വിടയോർക്കൽ മാത്രമെങ്കിൽ പുണ്യമാ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല, ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ്. ജുമുഅക്ക് ഒറ്റ ബാങ്കുള്ള ഇവരുടെ പള്ളിയിലെ മആശിറ വിളി ഇങ്ങനെയാവാം. إذا صعد الخطيب على المنبر لا تكلم من أحدكم ومن تكلم فقد لغى. ഇസ്ലാമിനോടും മുസ്ലിങ്ങളുടെ ഭാഷയായ അറബിയോടും വിരോധമുള്ള മുജാഹിദ് മതത്തിന്റെ ജുമുഅ ഖുതുബ ഇങ്ങനെയൊക്കെയാണ്. ദാമ്പത്യമാണല്ലോ ഇന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തതും, നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതും, നമുക്ക് സ്നേഹമില്ലാതെ പോകുന്നതും. നമ്മൾ മറന്നുപോയി. നബിയുടെ ഖുതുബ എന്നല്ല, ഇങ്ങനെ നേലക്കം പാട്ടല്ല, നമ്മൾ മറന്നുപോയി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെയും അടുത്ത് വിളിച്ചു. വാക്കുകൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടുള്ള റസൂൽ, പ്രവൃത്തി കൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടുള്ള റസൂൽ. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയെ ഒരാൾ ഫോണിൽ വിളിച്ചു. അവനാരോ ആവട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്റെ പേരിൽ വളരെ ഒരു മ്ലേച്ഛമായ പ്രവൃത്തി അവളോട് വിളിച്ച് സംസാരിച്ചു. എനിക്കതിലൊന്നും വിഷമമുണ്ടായില്ല. 10 കൊല്ലം ജീവിതത്തിൽ ഒരു വാക്കുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ വേദനിപ്പിച്ചിരുന്നു. നബിയുടെ ഖുതുബ എന്നല്ല, ഇങ്ങനെ നേലക്കം പാട്ടല്ല. ഇത് നിങ്ങളോട് പറയല്ല. ഈ അടുത്ത കാലത്ത് അനുഭവിച്ചു പോകുന്ന വേദനകൾക്ക് അറ്റമില്ല. ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല, ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല. ഈ ജാതിയുടെ വരിക്കാരാവാതിരിക്കാൻ കേട്ടോ, അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല. പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂല് ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബിയില്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബിയാന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40-ാമത്തെ വയസ്സിലാണ് നബിയായത്, ഇറാഖ് വഴിയിൽ വെച്ചാ നബിയായത്, നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അല്ലേ? അപ്പൊ നബിദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. ഈ അടുത്ത കാലത്ത് അനുഭവിച്ചു പോകുന്ന വേദനകൾക്ക് അറ്റമില്ല. ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല. പാഠം 4 മുജാഹിദ് മതാചാരങ്ങൾ. ലോകത്തെ ബഹുമുഖ മതങ്ങളിൽ നിന്ന് തീർത്തും വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പ്രബുദ്ധ സമൂഹത്തിനു മുന്നിൽ മുജാഹിദ് മതം വെച്ചു വിളമ്പിയത്. ഏർപ്പാടാണിത്, ചാണിന് ചാണായിട്ടിതാ തുടരുന്നത്. ശരിയായ സുന്നത്തോ അവർ തള്ളുന്നു, വേണ്ടാത്ത വിദ്അത്തോ അവർ കൊള്ളുന്നു. മീലാദ് ദിക്റ് മജ്ലിസെല്ലാം തേറ്റ്, നുണ മത്സരം സദസ്സവർക്ക് ഹീറ്റ്. പുതുതായി നടത്തിയ ചര്യകൾ പലതുണ്ട്, രാമന്റെ കോലം കെട്ടലും അതിലുണ്ട്.
പലപ്പൊലി പല മേളയും നടപ്പുണ്ട്. സിനിമാ മിമിക്രി നാടകം അതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചക്കി ചങ്കരനൊത്തതാ, അതുപോലെ ചങ്കരൻ തീർച്ച ചക്കി കൊത്തതാ. കരടിന്റെ കോലം കെട്ടലോ അത് പുണ്യമാ, മീലാദ് റാലി എങ്കിലോ അത് കുറ്റമാ. ഇത്യാദി മജ്‌ലിസ് തന്നെ സലഫി ഫെസ്റ്റ്, ആത്മീയത അകറ്റുന്നതാണ് ബെസ്റ്റ്. വ്യഭിചര്യയാ തലപ്പാവ് സംശയമില്ല, പരിഹാസമാ സലഫിക്കിതിഷ്ടവുമില്ല. യഥാർത്ഥ മുശ്രിക്ക് കാഫിറല്ല ഇവർക്ക്, മുസ്ലിയാരതാണോ കാഫിറ സലഫിക്ക്. ഓണസദ്യ കഴിക്കുന്ന തെറ്റല്ലെന്ന് അബ്ദുസലാം സുലൈ പറഞ്ഞു. ജില്ലാ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് ഓപ്പൺ ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച് സദസ്സിൽ നിന്ന് ചോദ്യം ഉയർന്നത്. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാം മതത്തിന് വിരോധമുണ്ടെന്ന ചില മുസ്ലിം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനിടെയാണ് മുജാഹിദ് പണ്ഡിത നിലപാട് വ്യക്തമാക്കിയത്. 2006 മാതൃഭൂമി ഡിസംബർ 11 പുറത്തിറങ്ങിയ ആ പത്രത്തിൽ അത് കാണാം. അപ്പോ ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ആരാ പറയുന്നത്? എന്നോ അവസാനത്തിൽ പറയാം, നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. എടാ, ഓണത്തിന്റെ ചോറ് തിന്നാൻ നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. അതെന്താണ് വ്യത്യാസം? അത് നെയ്ച്ചോറ് മറ്റേ സദ്യയാണെന്നുള്ള വ്യത്യാസം. ബാൻഡ് മുട്ടുന്നു, ഇപ്പിളി ഊതുന്നു, കുഴലൂതുന്നു, അതേപോലെ തന്നെ വമ്പാരിയുണ്ട്, വെഞ്ചാമരമുണ്ട്, സത്യക്കുടയുണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള ചട്ടിക്കളി മുതൽ ഓലപ്പീപ്പി മുതൽ അതേപോലെ തന്നെ പല ജാതി കാര്യങ്ങളുമുണ്ട്. കരിമരുന്ന് പൊട്ടിക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ സഹോദരൻ? അൻസാർ അറബി കോളേജ് ആരാ നടത്തുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തെ പുലർത്തിയതിനു ശേഷം അൻസാർ അറബി കോളേജിൽ നിന്ന് അതിന്റെ കമ്മിറ്റിയിൽ നിന്ന് CPM മുസ്ലിമി പോലെയുള്ള ആളുകളെ മുഴുവൻ പുറത്താക്കി. നിഷ്പക്ഷരെ പോലും നിലനിർത്താതെ നിങ്ങൾ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന അൻസാർ അറബി കോളേജ് അതിന്റെ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന ചില കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ അടുക്കൽ. അതൊന്ന് കണ്ടേക്കൂ നിങ്ങൾ. ഇത് സുന്നത്താ, ഇത് തൗഹീദാ.
പ്രായപൂർത്തിയായ സ്ത്രീകളെ കൊണ്ട് പരസ്യമായി സ്റ്റേജിൽ വന്ന് ഈ രീതിയിലുള്ള നൃത്തങ്ങളും അഭിനയങ്ങളൊക്കെ നടത്തിച്ചതാരാ? ആരാ നടത്തിച്ചിട്ടുള്ളത്? മറുപടി പറയണം കെ സക്കരിയ. എന്തേ നിങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഇപ്പൊ ഇതാണ് വസ്തുത. ഇനി പോകട്ടെ, SNM എടുത്തു നോക്കൂ നിങ്ങൾ. പരപ്പനങ്ങാടിയിലെ ഇശാഅത്തുൽ ഇസ്ലാം സംഘം നടത്തുന്നതാണ് SNM ആ ഹൈസ്കൂള്. അതും ഇതുപോലെയുള്ള വാർഷികം നടത്തിയിട്ടുണ്ട്. ഇതേ കാലയളവിൽ ഈ വാർഷികം നടത്തിയിട്ടുണ്ട്. SNM നടത്തുന്ന കമ്മിറ്റി ഇശാഅത്തുൽ ഇസ്ലാം സംഘം മുജാഹിദ് സെന്ററിൽ അഫിലിയേഷൻ ഉള്ളതാണ്. മാത്രവുമല്ല, മുജാഹിദ് പ്രസ്ഥാനം പിളർന്നതിന് ശേഷം മധ്യസ്ഥത വഹിക്കാൻ വന്നിരുന്ന, ആ പറഞ്ഞു തീർക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകളെ പോലും ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അബ്ദുൽ ലത്തീഫ് മദനി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സ്വന്തമാക്കി മുജാഹിദ് സെന്ററിൽ അഫിലിയേഷൻ നടത്തിയിട്ടുള്ള സ്കൂളല്ലേ അത്? അതിന്റെ വാർഷിക ഇതുപോലെയുള്ള ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന പരേഡൊന്ന് കണ്ടോളൂ നിങ്ങൾ. ബാൻഡ് മുട്ടുന്നു, പിപ്പിളി ഊതുന്നു, കുഴലൂതുന്നു, അതേപോലെ തന്നെ വമ്പാരിയുണ്ട്, വെഞ്ചാമരമുണ്ട്, സത്യക്കുടയുണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള ചട്ടിക്കളി മുതൽ ചെട്ടിക്കളി മുതൽ ഓലപ്പീപ്പി മുതൽ അതേപോലെ തന്നെ പല ജാതി കാര്യങ്ങളുമുണ്ട്. കരിമരുന്ന് പൊട്ടിക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. കണ്ടോ? ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണിത്. അല്ലേ? സലാഹുദ്ദീൻ മദനിയാണത്. ചവറ, കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒരു നിലവിളക്ക് കത്തിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി അതെന്നെ കേട്ടോളി കേട്ടോ. അമ്പലത്തിലേക്ക് തേങ്ങയുടക്കൽ ചടങ്ങിന് അദ്ദേഹം തേങ്ങ ദാനം ചെയ്തു. മനോരമയുടെ ശ്രീയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതിലിതാ ഒരു പ്രത്യേക ലേഖനം, മൈത്രിയുടെ ദേവാലയങ്ങൾ. മങ്കട പള്ളിയുടെ ഫോട്ടോമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, മങ്കട ജുമുഅത്ത് പള്ളിയുടെ 400 മീറ്റർ ദൂരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രം നിലനിന്നിരുന്നതായി കണ്ടെത്തിയിരുന്നു. 700 വർഷം ക്ഷേത്രത്തിൽ പൂജ നടന്നതായും ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ പറയാണ്, പലപ്പോഴായി ഇവിടെ നിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അതിനോട് ചേർന്ന പറമ്പും പലർക്കായി വിറ്റു. പല കൈകളിലൂടെ മാറി ഒടുവിൽ സ്ഥലം മങ്കടയിലെ തയ്യിൽ അബ്ദുറഹ്മാന്റെ ഭാര്യ തയ്യിൽ മറിയുമ്മയുടെ അവകാശമായി മാറി. മറിയുമ്മയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം മങ്കടയിലെ ഹിന്ദു സഹോദരന്മാർക്ക് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ദാനമായി നൽകിയത്. ക്ഷേത്രം നിർമ്മിക്കാനായി ദേവപ്രശ്നം നടത്തിയ സമയത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തോട് ചേർന്നുള്ള പറമ്പ് കൂടി വിട്ടുകിട്ടണമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു. ക്ഷേത്ര
പറമ്പിനോട് ചേർന്ന് നന്നായി തേങ്ങ വിളഞ്ഞിരുന്ന 2 ഏക്കർ പറമ്പ് കുറഞ്ഞ വിലക്ക് നൽകാനും മറിയുമ്മ തയ്യാറായി. 1997 മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് മിമിക്രി, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ കളവ് പറയൽ മത്സരം. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗർ അലി സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവർ പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അസ്ഗർ അലി സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേട് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു, പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്നപ്പോൾ ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നെയാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റെക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പാഠം 5 മുജാഹിദ് മതാചാര്യന്മാർ. ഇസ്ലാം മതത്തിന്റെയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും ബദ്ധവൈരികളാണ് അവരുടെ ആചാര്യന്മാർ. ഇവരെ നമുക്ക് പരിചയപ്പെടാം. ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ സൂക്തം. ഹദോവ പ്രാപ്സ്യസി സ്വർഗം, ഹദോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ഭോക്ഷ്യസി മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. എന്താ ഇവിടെ? ഹദോവ പ്രാപ്സ്യസി സ്വർഗം. അർജുന, യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ ഷഹീദായാൽ പ്രാപ്സ്യസി സ്വർഗം, സ്വർഗത്ത് പോകാം. അപ്പൊ ഇതൊക്കെ എന്തറിയോ, പ്രവാചകന്മാരായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അൽഹാജി അബൂജഹൽ, അൽഹാജി അബൂലഹബ്, അൽഹാജി വലീദ് ഇബ്നു മുഗീറ. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയകത്യാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്, എല്ലാവരും തങ്ങന്മാരാണ്. പാഠം 6 ഇതര മതങ്ങൾ മുജാഹിദ് മതവീക്ഷണത്തിൽ. മുജാഹിദ് മതവീക്ഷണത്തിൽ മുജാഹിദേതര സകല മതങ്ങളെയും പ്രത്യശാസ്ത്രങ്ങളെയും കുറിച്ച് അത്യന്തം സങ്കുചിതമായ കാഴ്ചപ്പാടുകളാണ് വെച്ചു പുലർത്തപ്പെടുന്നത്. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. പാഠം 7 മുജാഹിദ് മതത്തിലെ പരാക്രമണങ്ങൾ. തൗഹീദിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ട് രംഗത്തു വന്ന മുജാഹിദ് മതക്കാർക്ക് തങ്ങളുടെ വികലമായ വിശ്വാസാചാരങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ അതിനീചവും നികൃഷ്ടവുമായ പല തോന്നിവാസങ്ങളും കാണിക്കേണ്ടി വന്നു. ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ കുറെ ആലോചിച്ചു, അപ്പൊ അത് പറയാൻ തന്നെ വേണം. അതിന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. എന്റെ അത്രയൊന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മാലിക്കുകളെ ആക്കും. കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്.
ഞാൻ ഒരു കാര്യം ഉറച്ചു പറയുന്നു, SSF, SSF, SKSSF, SYS ഇതിന്റെ മോളൊക്കെ കരിവാരി തേച്ചിട്ട് സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കുക, അള്ളാഹുവിന്റെ വീട് സ്വീകരിക്കുക. നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശിയാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമായെ തള്ളുക, താജുൽ ഉലമായെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ശംസും ഖമറും നജുമും താജുകളുമൊക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയില്ല. പാഠം 8 മുജാഹിദ് മതത്തിലെ പെണ്ണ് കാണൽ. തല്ലുകൊള്ളാതെ പെണ്ണ് കെട്ടാൻ മുജാഹിദ് മതപ്രകാരം പ്രയാസമാണ്. അങ്ങനെ പെണ്ണ് കാണുമ്പോ വളരെ നേരത്തെ തന്നെ എന്തൊക്കെ ആലോചിക്കണോ? 10 കൊല്ലം ആടിന് മേക്കുക, അതാ മഹർ. ചിന്തിക്കണം. എനിക്ക് കേട്ടോ. പക്ഷേ എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഭാര്യനെ സെലക്ട് ചെയ്യുന്നത് 1.5 മിനിറ്റ് കൊണ്ടാ. ഇങ്ങനെ ചിന്തിക്കണേ, പറയുന്നത് ശരിക്കും ചിന്തിക്കണോ? പെണ്ണ് കാണാൻ പോണ്ടേ? പോണം. നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മൽ ഒരു പെൺകുട്ടിയുണ്ട്. നാളെ മോള ഡിഗ്രിക്കാ പഠിക്കുന്നത്. ശരി, എന്നാ ഒന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കൂ കൊലായില്. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമില് കണ്ടോളി മേടിച്ചല്ലോ. എന്താ പേര്? ആമിന. എത്ര പഠിക്കുന്നത്? ഡിഗ്രിക്ക്. നേവട്ടെ എത്ര? 1/2 മിനിറ്റ്. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്, ഇന്ന സ്ഥലത്താണ്. എന്തു വേണമെന്നറിയോ? യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കണാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക. അവളുടെ ബസ്സിലെ നിപ്പ്, ബസ്സിലെ ഇരുത്തം, ബസ്സിലെ പെരുമാറ്റം, ബസ്സിലെ അവളുടെ ബിഹേവിയർ, അവളുടെ മറ്റ് അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങൾ നിങ്ങൾ കാണും. ബസ് ഇറങ്ങിയിട്ട് അവൾ കോളേജിലേക്ക് പോകുന്നത് എങ്ങനെ? കോളേജിലെ കുട്ടികളോട് അവൾ എങ്ങനെ? കോളേജിലെ ടീച്ചേഴ്സിനോട് അവൾ എങ്ങനെ? പരിശോധിക്കണം. കുട്ടിക്കാലത്ത് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പ്രിൻസിപ്പാളിനെ ഹെഡ് മാസ്റ്റർ ചെന്ന് കാണണം. മാഷേ, ഇന്ന ആളുടെ ഇന്ന മകള് ഇന്ന കാലത്ത് ഇന്ന രജിസ്ട്രേഷന്റെ കീഴിൽ ഇവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോ അവളുടെ കൂട്ടുകാരികളോട്, അവളുടെ കൂടെ പഠിച്ചവരോട്, അവളെ പഠിപ്പിച്ച ടീച്ചർമാരോട്, അവളുടെ നാട്ടുകാരോട്, അവളുടെ പിന്നാലെ അവളറിയാതെ അവളെ നിങ്ങൾ പരിശോധിക്കണം. പാഠം 9 മുജാഹിദ് മതത്തിലെ ആധുനിക നേതാക്കൾ. വേറെ ഒന്നും കണ്ടിട്ടല്ല. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ. ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ? കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. റോട്ടിലൂടെ എങ്ങനെ പോകുമ്പോ വിളിക്കുക, ബഷീറേ ഇന്നൊരു സെക്സ് പടം വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോവാ, ടിക്കറ്റ് ഞാൻ എടുത്തു തരും. അതിനെന്താടാ, ഇന്നലെ നിനക്ക് ഞാൻ എടുത്തു തന്നില്ല, നീ ഞാൻ എടുത്തു തരും. അപ്പൊ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും ഈ പ്രസംഗം കേൾക്കുന്ന പോലെ സെക്സ് സിനിമ കാണുമ്പോ ഇയാളിൽ നിന്ന് ഇയാൾക്ക് എന്താ പിടിക്കാൻ? ഒരുപക്ഷെ അയാൾ ഒരു നല്ല മലയാള സിനിമ കാണാൻ പോകുന്നിടത്തുനിന്നായിരിക്കും മുസ്ലിമായോ സെക്സ് കാണാൻ വിളിച്ചുകൊണ്ടുപോവുക. പിന്നെ എന്താ മുസ്ലിമിൽ നിന്ന് അമുസ്ലിമിന് കിട്ടാൻ പുതിയതെന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ കാലത്ത്? ഈ വിഷയം വേണ്ടായിരുന്നു അല്ലേ? ഈ നമ്മളെ പറ്റിയാ പറഞ്ഞു തുടങ്ങി. അതെ, നമ്മളെ പറ്റിയാ പറയുന്നത്. A to Z, തുടക്കം മുതൽ ഒടുക്കം വരെ.
അൽ ബദർ എന്നുണ്ട് മൗലൂദിനെ തല അൽ ബദർ എന്നുണ്ട് മൗലൂദിനെ തല അൽ ബദർ എന്നുണ്ട്. മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? ഞാൻ മുജാഹിദാണ്. ചില ആൾക്കാർ നിങ്ങളെ വലിയ മുജാഹിദല്ലേ, നിങ്ങൾ മൂപ്പര് കണ്ടില്ലേ, മൂപ്പര് നാളെ വെള്ളടിച്ചല്ലോ. ഇതോ സയ്യിദുൽ ഖതീബ് അലൽ മിമ്പരി ലാ തകല്ലം മിൻ അഹദികും വമൻ തകല്ലമ ഫഖദ് ലഗാ. മറ്റോ വന്നിട്ട് ഇലാ ഹദ്റത്തിഹിൽ ഫാത്തിഹൽ അംബിയാഇ വശുഹദാഇ വസ്സദീഖീന വസ്സാലിഹീൻ ചൂടാണ് കുൽഫിയറിയ. എടാ ആളങ്ങനെ കാണുമ്പോ ചിലര് അസ്സലാമു അലൈക്കും അലൈക്കും സലാം, നിങ്ങളിപ്പോ അവിടെ ഞാൻ നിങ്ങളവിടെ ഇതെവിടെ നിർത്തേണ്ടത് ഒരു പുറത്തും ഉണ്ടാവില്ല. വലാനാബിദും മാബത്തും വലാ അൻതും ആബിദുന മാബുദ് നീട്ടിയൊക്കെ നോക്കിയാത്ത തേങ്ങ നായികിത്യമായി കുടുങ്ങി സഹിക്കവയ്യ. അതാ ഏറ്റവും വലിയ ബോംബിന്റെ നാവ് നിങ്ങളൊക്കെ നിൽക്കണ അതുകൊണ്ടാ. എന്നൊരു കതിന് വെടി എന്നൊരു കതിന് വെടി. മാന്യ പ്രേക്ഷകരെ, ഇത്രയും നാം കണ്ടതും കേട്ടതും ഈ ബഹുവിചിത്രമായ മുജാഹിദ് മതത്തിന്റെ അതിനികൃഷ്ടമായ വാദഗതികളും വേദകൗതുകങ്ങളുമാണ്. കേവലം ജഡവൽക്കരിക്കപ്പെട്ട സൃഷ്ടാവിനെ പ്രതിഷ്ഠിക്കുകയും അപഹാസ്യനായ പ്രവാചകനെ സമർപ്പിക്കുകയും ആധ്യാത്മിക ജ്ഞാന ജ്യോതിസുകളെ നാലാം കിട പൊട്ടവിദ്യകളിലൂടെ കരിവാരിത്തേക്കുകയും ചെയ്യുന്ന ഈ അനിതര സാമ്പ്രദായികമായ മതമെഴുന്നള്ളിപ്പിനെ നാം തിരിച്ചറിയുക. ഇസ്ലാം മതത്തിന്റെ നിരവധി പള്ളികൾ മുസ്ലിം വേഷം കെട്ടി തട്ടിയെടുക്കുകയും നിരവധി മഹാത്മാക്കളുടെ മക്ബറകളും മസാറുകളും തല്ലിത്തരിപ്പണമാക്കുകയും ചെയ്ത് നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഈ വഞ്ചകരുടെ തട്ടുതകർപ്പൻ തിട്ടൂരങ്ങളെ ചീട്ടുകൊട്ടാരം കണക്കെ തകർത്തെറിയുന്ന ഈ ചരിത്ര സഞ്ചാരത്തിൽ നിങ്ങളും അണിചേരുക. വെറുക്കപ്പെട്ട മുജാഹിദ് മതം തുലയട്ടെ, മാനവികതയുടെ ഇസ്ലാം മതം നീണാൾ വാഴട്ടെ, അതിജയിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രവാചക പരിഹാസത്തിന്റെ നാലാം കിടച്ചൊട്ടുവിദ്യകളുമായി ഊരു ചുറ്റിയ മുജാഹിദ് മത പുരോഹിതന്മാർക്ക് വായടപ്പിന് മറുപടിയുമായി സുന്നി പണ്ഡിതർ നടത്തിയ ക്ലിപ്പിംഗ് സഹിത ഗണന പ്രഭാഷണങ്ങളുടെ അമൂല്യ സമാഹാരം പടയോട്ടം വീഡിയോ ഡോക്യുമെന്ററി 2ാം ഭാഗം ഏറ്റവും പുതിയ ക്ലിപ്പുകളോടെ ഉടൻ പുറത്തിറങ്ങുന്നു.